എല്ലാവർക്കും വന്ദനം. ഈ ആഴ്ചയുടെ ഒടുവിലത്തെ ദിവസങ്ങളിലേക്ക് നമ്മൾ വന്നല്ലോ. ദൈവം തരുന്ന എല്ലാ ആഴ്ചകളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എത്രയോ യുദ്ധങ്ങളും അനർത്ഥങ്ങളും ഈ ലോകത്തിൽ നിറഞ്ഞു നടക്കുമ്പോൾ ദൈവം നമ്മെ ഓരോ ദിവസവും കാക്കുന്നില്ല. ഈ ആഴ്ച മുഴുവൻ സൂക്ഷിച്ചില്ലേ? മാർച്ച് മാസത്തിൽ നല്ലൊരാഴ്ച തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. യേശുവേ നന്ദി. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. കർത്താവിൻ്റെ അമിത ബലത്തിലേക്ക് നമുക്ക് വരാം. ദൈവത്തിലാണ് നമ്മുടെ ബലം, നമ്മുടെ ശക്തി ദൈവത്തിലാണ്. നമ്മുടെ പാറ കർത്താവാണ്, നമ്മുടെ പരിച കർത്താവിലാണ്. എൻ്റെ പരിച സ്വർഗത്തിലാകുന്നു എന്നാണ് ദാവീദ് പറഞ്ഞത്. അപ്പം നമുക്ക് നമ്മുടേതായ സംരക്ഷണങ്ങൾ വ്യക്തിപരമായിട്ടില്ല. ദൈവമാണ് നമ്മുടെ പരിച, കോട്ട, പാറ, കാവൽ, എല്ലാം ദൈവം നമ്മുടെ സങ്കേതമാണ്. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും, ആ വെള്ളം സമുദ്രത്തിലെ വെള്ളം ഇരച്ച് കരയിലോട്ട് വന്നാലും, അതായത് ഒരു സുനാമി വന്നു കയറിയാലും ഞാൻ പേടിക്കില്ലെന്ന് ദാവീദ് പറഞ്ഞു. ദൈവത്തിലുള്ള ഉറപ്പ്. ഒരു സൈന്യം എൻ്റെ നേരെ വന്നാലോ ഞാൻ പേടിക്കില്ല. സങ്കീർത്തനം 27 ദാവീദ് പറയുകയാണ്, സൈന്യം വന്നാൽ എനിക്ക് പേടിയില്ല. പർവ്വതം കുലുങ്ങി സമുദ്രമധ്യ വീണ എനിക്ക് പേടിയില്ല. അതിലെ വെള്ളം ഇരച്ച് കരയിലോട്ട് വന്നാലും എനിക്ക് പേടിയില്ല. ഇതുപോലൊരു ധൈര്യം ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉണ്ടാകൂ. സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ നമുക്കൊത്തിരി ആശ്വാസവും ധൈര്യവും കിട്ടാൻ കാരണം, തൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ദാവീദ്, ആസാഫ്, കോരഹ് പുത്രന്മാർ, ഇങ്ങനെയുള്ളവർ എല്ലാം കടന്നുപോയ പാതകളിൽ അവരെ ബലപ്പെടുത്തിയ കാര്യങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്ന, സ്തുതിക്കുന്ന വാക്കുകളാണ് അതിലെഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങൾ നമുക്ക് ഇത്രയും സ്വാധീനമുള്ളത്. ദാവീദിനെയും മറ്റുള്ളവരെയും അനേക പ്രശ്നത്തിൽ നിന്ന് വിടുവിച്ചപ്പോൾ അവരുടെ ഹൃദയം നിറഞ്ഞ് പ്രകാശിപ്പിച്ച നന്ദിയുടെ വാക്കുകൾ കൊണ്ട് നിറഞ്ഞതാണ് സങ്കീർത്തന പുസ്തകം. 150 അധ്യായങ്ങളുണ്ട്. അത് വായിക്കണം. അതിൽ പറയുന്നത് പോലെ എല്ലാം ദൈവത്തിന് നന്ദി പറയണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നന്ദിയുള്ളവർ എപ്പോഴും കൃതാർത്ഥരായിരിക്കും, അനുഗ്രഹിക്കപ്പെടും, ഒരു സന്തോഷമുള്ളവരായിരിക്കും. ഇന്ന് റോമാലേഖനം 2 കടന്നു വരാം. റോമാലേഖനം 1 അധ്യായം നമ്മൾ വായിച്ചത് ദൈവത്തെ വേണ്ട രീതിയിൽ മനസ്സിലാക്കി ദൈവമെന്നോർത്ത് മഹത്വം കൊടുത്തില്ല. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ ഈ ഭൂമിയിലുള്ള രൂപങ്ങളിലേക്ക് മാറ്റി. അതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞു. തള്ളിക്കളഞ്ഞപ്പോൾ അവർ ഏറ്റവും മോശമായി ജീവിച്ചു, ദൈവത്തിന് വിരോധമായി നടന്നു. ഇതാണ് റോമാലേഖനം 1 അവസാനം പറയുന്നത്. തുടക്കമോ പൗലോസ് പറയുന്നു, എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. ഇങ്ങനെ തള്ളപ്പെട്ടവരുടെ ഇടയിൽ സുവിശേഷം അറിയിക്കാനാണ് എന്നെ ദൈവമാക്കിയത്. അതാണ് അതിൻ്റെ അർത്ഥം. റോമാലേഖനം 1 അധ്യായം പറയുന്ന അതാണ്. ഏറ്റവും തള്ളപ്പെട്ട, ദൈവം വെറുത്ത് തള്ളിയതിനെ പോലും പുത്രൻ മുഖാന്തരം അന്ത്യകാലത്ത് തിരിച്ചു കൊണ്ടുവരുന്നു. എത്ര നല്ല സന്തോഷകരമായ വാർത്തയാണ്. ഈ ഒരു മനോഭാവത്തിലല്ലാതെ ഈ റോമാലേഖനം വായിച്ചാൽ ആർക്കും മനസ്സിലാവില്ല. റോമാലേഖനം പലർക്കും ഇഷ്ടപ്പെടാത്ത എന്താ? അതിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കാൻ ആരുമില്ല. ഞാനിത് വേറെ വ്യാഖ്യാന പുസ്തകങ്ങളെല്ലാം എടുത്ത് പഠിച്ച് അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. ഞാനങ്ങനെ പഠിക്കാൻ നോക്കിയിട്ട് നടന്നുമില്ല. എൻ്റെ വിളി ഇതുപോലെ ഇത് നിങ്ങൾക്ക് ഗ്രഹിപ്പിച്ച് ഓരോ വാക്യം വായിച്ച് അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഗ്രഹിപ്പിച്ച്, റോമാലേഖനത്തിൻ്റെ ഉദ്ദേശം ലേഖനങ്ങൾ ഓരോ ചർച്ചകളിലും വായിക്കാനുള്ളതാണ്. അത് അതുപോലെ വായിക്കാൻ വേണ്ടിയാണ് ലേഖനങ്ങൾ എഴുതിയത്. അപ്പോൾ ആ ലേഖനത്തിൻ്റെ അർത്ഥം അത് അതുപോലെ മനസ്സിലാക്കിയാൽ മതി. ഇനി അതിന് വേറൊരു അർത്ഥവും കൊടുക്കാതെ, അതിൻ്റെ തനിമ നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകണമെങ്കിൽ ഇതിനെക്കുറിച്ച് വേറെ പുസ്തകം വഴിയൊന്നും പഠിച്ചൊന്നും പോകണ്ട. ഇതുപോലെ അങ്ങനെ പഠിപ്പിക്കാനും അതുപോലെ വായിച്ചും പഠിച്ചും ആ നിലയിൽ പോകുന്ന വിലപ്പെട്ട ദൈവദാസന്മാരുണ്ട്. അവരുടെ പ്രസംഗങ്ങൾ അസാധാരണമാണ്. അവരെ ദൈവം അതിനായിട്ട് ആക്കിയിരിക്കുന്നു.
എന്നാൽ എന്നെ ദൈവമാക്കിയത് നിങ്ങൾക്ക് സാധാരണ മനുഷ്യർക്ക് ലളിതമായി, ഇന്ന് വിശ്വാസത്തിൽ വന്ന വ്യക്തികൾക്ക്, ഇന്ന് ആദ്യമായിട്ട് ഈ പ്രോഗ്രാം യൂട്യൂബിൽ കാണുന്ന ഒരു വ്യക്തിക്കും ഇത് മനസ്സിലാകണം, എല്ലാവർക്കും മനസ്സിലാകണം. ഷണ്ണന് ഫിലിപ്പോസ് ആ പൊരുൾ തിരിച്ചു കൊടുത്തപ്പോഴാണ് അവൻ ശാനപ്പെട്ടത്. അവൻ സന്തോഷമുള്ളവനായി പോയത്, അവൻ്റെ ജീവിതത്തിൽ അർത്ഥമുള്ളവനായി തീർന്നത്. അപ്പോൾ ഈ പൊരുളിനെ എനിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ എന്നെ ദൈവമാക്കിയിരിക്കുന്നു. എനിക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം ഞാനത് പറയുന്നു. 2-ാം അധ്യായം 1-ാം വാക്യം, അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനായുള്ളവേ നിനക്ക് പ്രതിവാദം പറയാൻ ഇല്ല. അന്യനെ വിധിക്കുന്നതിൽ നീ നിന്നെ തന്നെ കുറ്റം വിധിക്കുന്നു. വിധിക്കുന്ന നീ അത് തന്നെ പ്രവർത്തിക്കുന്നല്ലോ. ഒരു വ്യക്തി കുറ്റം പറയുന്ന വ്യക്തിയാണെങ്കിൽ, ഈ വാക്യത്തിൽ നിന്ന് ഞാനൊരു വ്യാഖ്യാനം പറയുകയാണ്. ഒരു വ്യക്തി കുറ്റം പറയുന്ന വ്യക്തിയാണോ, നിങ്ങൾ ഉറപ്പിച്ചോ ആ വ്യക്തി ശരിയല്ല, ആ വ്യക്തിയുടെ ഹൃദയം ശരിയല്ല. ഈ ഗവൺമെൻറ് ശരിയല്ല, ആള് ശരിയല്ല, എൻ്റെ ഭർത്താവ് ശരിയല്ല, അല്ലെങ്കിൽ തിരിച്ചെൻ്റെ ഭാര്യ ശരിയല്ല, ഈ പിള്ളേര് ശരിയല്ല. എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ വ്യക്തിയെ സൂക്ഷിക്കണം. കാരണം ആ വ്യക്തിയുടെ ഹൃദയത്തിനൊത്തവണ്ണമാണ് ആൾക്കാരെ കാണുന്നത്. ഒരു വ്യക്തിയുടെ ഹൃദയം പോലെ ഇരിക്കും മറ്റുള്ള. അതായത് മഞ്ഞപ്പിത്തമുള്ള എല്ലാവർക്കും കാണുന്നവരെയെല്ലാം മഞ്ഞയായിട്ട് തോന്നുമെന്ന്. എനിക്ക് മഞ്ഞപ്പിത്തം വരാത്തതുകൊണ്ട് എനിക്കറിയില്ല. മഞ്ഞപ്പിത്തം വന്നാൽ കാണുന്നതെല്ലാം മഞ്ഞയായിട്ട് തോന്നുമെന്ന്. നീലപ്പിത്തമില്ലാഞ്ഞത് നന്നായി. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ നമുക്ക് എന്താണുള്ളത് അതുപോലെ മറ്റുള്ളവരെ കാണുള്ളൂ. അപ്പോൾ ഒരാൾ മറ്റുള്ളവരെ കുറ്റം വിധിക്കുന്ന വ്യക്തിയാണെങ്കിൽ അതാണ്. അതുകൊണ്ട് വിധിക്കുന്ന ഏത് മനുഷ്യനായുള്ളവർ, അന്യൻ്റെ ദാസനെ വിധിക്കാൻ നീ ആരെന്നാണ് ബൈബിളിൽ ചോദിക്കുന്നത്. നമുക്ക് ഈ ആൾ ഇന്ന പോലെയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ഇപ്പോൾ വാർത്തകളിൽ എവിടെയും നോക്കിക്കോ, ആരുടെ ഒരു പ്രസംഗത്തെ എടുത്ത് അതിനെ മോശമായി ചിത്രീകരിക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ വാക്കുകളാൽ അവരാരാണെന്ന് നമുക്ക് മനസ്സിലാവും. ഒരു വ്യക്തി വേറൊരു വ്യക്തിയെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ ആ ചിത്രീകരിച്ച വ്യക്തി എത്ര മോശക്കാരനാണ്. അന്യനെ വിധിക്കുന്നവൻ, അതാണ് നമ്മൾ അവിടെ കാണുന്നത്. 2-ാം വാക്യം, എന്നാൽ ആ വക പ്രവർത്തിക്കുന്നവരുടെ നേരെ ദൈവത്തിൻ്റെ വിധി സത്യാനുസരണമായിരിക്കുന്നു എന്ന് നാം അറിയുന്നു. ആ വക പ്രവർത്തിക്കുന്നവരെ വിധിക്കുകയും അത് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന മനുഷ്യ, നീ ദൈവത്തിൻ്റെ വിധിയിൽ നിന്ന് തെറ്റി ഒഴിയുമെന്ന് നിനക്ക് തോന്നുന്നുമോ? ഒരാൾ മോശക്കാരനാണ്. ഒരു ദൈവരാജ്യത്തിൽ ആള് ശരിയല്ല, അതൊക്കെയോ പല കാര്യത്തിൽ ശരിയല്ല. വലിയൊരു വീടായി ആർഭാടമായിട്ട് ജീവിക്കുന്നു, ദൈവരാജ്യത്തിൽ സാക്ഷ്യമില്ലാതെ ജീവിക്കുന്നു. ശരിയായിരിക്കാം. നമ്മളത് വേറൊരു വീഡിയോ ഉണ്ടാക്കി ലോകം മുഴുവൻ അറിയിച്ച് ദൈവത്തിൻ്റെ നാമം ദൂഷിപ്പിക്കുന്നത് എന്തിനാ? ഏതായാലും അയാൾ നിമിത്തം ദൈവത്തിൻ്റെ നാമം ദൂഷിക്കപ്പെട്ടു. ഇനിയും അറിയാത്തവർക്ക് കൂടി നിങ്ങൾക്ക് വ്യൂസ് ഉണ്ടാകാൻ എല്ലാവരും ഇത് അറിയിക്കുമ്പോൾ നശിക്കുന്നത്, ദോഷമാകുന്നത്, മോശമാകുന്നത് യേശുക്രിസ്തുവിൻ്റെ രാജ്യമല്ലേ? ആ വ്യക്തി ചെയ്യുന്നത് തെറ്റ്, സമ്മതിച്ചു. അത് വിവരിച്ച് വ്യൂസ് കൂട്ടാനാണോ എന്നെ നിങ്ങളെ ആക്കിയത്? ഞാൻ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ എൻ്റെ നേരെയാണ്. നിങ്ങൾ ശരിയല്ലെന്ന് പറയുമ്പോൾ ഒരു വിരൽ നിങ്ങളുടെ ദൈവം ശരിയല്ലെന്ന് മുകളിലോട്ട് ചൂണ്ടിയിട്ടുണ്ട്. ഈ വിരൽ മുകളിലോട്ടാണ്. നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ദൈവം ശരിയല്ല, അതുകൊണ്ടാണ് നിങ്ങളങ്ങനെ. അടുത്തത് അങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മളും ശരിയല്ലെന്ന് 3 വിരൽ പറയുകയാണ്.
നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ നമ്മളതിൻ്റെ 3 മടങ്ങാണെന്ന് നമ്മുടെ കൈ തന്നെ നമ്മോട് പറയുകയാണ്. നമ്മൾ ഒരാളെ കുറ്റം പറയുമ്പോൾ ആ ആളെ ഉണ്ടാക്കിയ ദൈവം ശരിയല്ലെന്നല്ലേ നമ്മൾ ഈ പറയുന്നത്? ദൈവം ഉണ്ടാക്കിയത് കൊണ്ടല്ലേ, ആ ആൾ ഈ ഭൂമിയിൽ ഉണ്ടായത് കൊണ്ടല്ലേ അയാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റിയത്. നമ്മളെന്താ പാറയെ കുറ്റം പറയാത്ത? വീട്ടുമുറ്റത്ത് നിൽക്കുന്ന തെങ്ങിനെ അധികം പറയാറില്ല. ഒരു വ്യക്തിക്ക് ജീവൻ ഉള്ളത് കൊണ്ടല്ലേ കുറ്റം പറയുന്നത്. ആ വ്യക്തി മരിച്ചു കിടക്കുമ്പോൾ നിങ്ങൾ പോയി പൂവും വെക്കും, അവിടെ അനുശോചനമായിട്ട് പറയുന്നത് എൻ്റെ പ്രിയ അച്ചായൻ എന്ത് വലിയ നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയാറില്ലേ? ജീവിച്ചിരിക്കും ഒരു നല്ല വാക്ക് പറ. അങ്ങർക്ക് നന്നായിട്ട് ജീവിക്കാൻ 10 കൊല്ലം കൂടി ജീവിക്കാൻ തോന്നട്ടെ നിങ്ങളുടെ നല്ല വാക്ക് നിമിത്തം. അന്യനെ വിധിക്കുന്നവൻ ദൈവത്തിന് വിരോധമാണ്. അന്യനെ വിധിക്കുന്ന വ്യക്തി അവൻ 3 മടങ്ങ് താൻ ശരിയല്ല എന്ന് വിധിക്കുന്നവൻ്റെ കൈ തന്നെ പറയുന്നു. നമ്മൾ മനം തിരിഞ്ഞ് മടങ്ങി വരണം. മറ്റുള്ളവരെ വിധിക്കുവാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. ഈ ദിവസങ്ങളിൽ ഈ വാക്യങ്ങളിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ ഒന്ന് പേടിപ്പിക്കട്ടെ. ആരെയും കുറ്റം പറയണ്ട, ആരെയും. ഒരു സമാധാന ഹൃദയമുള്ളൊരു വ്യക്തിയായിട്ട് തീരണം. ദൈവം അറിയാതെ ഒന്നും വന്നിട്ടില്ലല്ലോ. ഇപ്പോൾ അമേരിക്കയിലെ പ്രസിഡന്റ് ട്രംപിനെ കളിയാക്കിയുള്ള വീഡിയോകളാണ് കൂടുതൽ വരുന്നത്. ആരെങ്കിലും ഒരു ഉയർന്ന സ്ഥാനത്ത് നിന്നാൽ ആളെ കളിയാക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കളിയാക്കണം, അല്ലെങ്കിൽ കേരള മുഖ്യമന്ത്രിയെ കളിയാക്കണം. അപ്പൊ ഈ കളിയാക്കുന്നവർ 3 മടങ്ങ് മോശമാണ് എന്നുള്ളത് സത്യം. മാത്രമല്ല ദൈവമാക്കിയ സ്ഥാനത്തെയാണ് ആ കളിയാക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ്, ഇന്ത്യൻ പ്രധാനമന്ത്രി, കേരള മുഖ്യമന്ത്രി എന്നുള്ളതൊക്കെ ദൈവമാക്കിയ സ്ഥാനങ്ങളാണ്. അധികാരത്തെയാണ് കളിയാക്കുന്നത്, വിധിക്കുന്നത്. ഇതിനെല്ലാം നമുക്ക് ശിക്ഷയുണ്ടാകും. അന്യനെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല. നമുക്ക് മടങ്ങി വരാം. ഈ ദിവസങ്ങളിൽ റോമാലേഖനത്തിലൂടെ ഒരു നല്ല വ്യക്തിത്വം നമുക്കുണ്ടാകുമെങ്കിൽ ഈ ലേഖന പഠനം, പ്രാർത്ഥന നമ്മെ ആടിമുടി പണിതെടുക്കും, മാറ്റിമറിക്കും. ഒരു സംശയവുമില്ല. ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. ആരെയും കുറ്റം പറയാൻ നിൽക്കരുത്. എങ്കിലും നമ്മൾ പറഞ്ഞു പോകുമല്ലേ, ആരെയും കുറ്റം പറയാൻ നമുക്ക് അവകാശമില്ല. എന്നാൽ ഒരുവൻ സ്വയം വിധിച്ചാൽ വിധിക്കപ്പെടില്ലെന്ന് 1 കൊരിന്ത്യർ 11 പറയുന്നു. കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ സ്വയം വിധിക്കണം, നീ ശരിയല്ല. സ്വയം വിധിക്കണം. അന്യനെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല. സ്വയം വിധിച്ചാൽ വിധിക്കപ്പെടുകയില്ല. അന്യനെ വിധിച്ചാൽ വിധിക്കപ്പെടും. സ്വയം പറയണം, ഞാൻ ശരിയല്ല, ഞാൻ വേണ്ട രീതിയിൽ ദൈവത്തിന് വേണ്ടി നിന്നില്ല, ഞാൻ ശരിക്കും പ്രാർത്ഥിച്ചില്ല, ഒരു ദൈവ പൈതലിൻ്റെ ക്വാളിറ്റിയിൽ ഞാൻ ജീവിച്ചില്ല എന്ന് പറഞ്ഞ് സ്വന്തം കുറ്റം മനസ്സിലാക്കി ഏറ്റുപറഞ്ഞ് കരുണ പ്രാപിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ജാതികളായിരുന്നു, നമ്മൾ ദൈവമക്കളായില്ലേ. എന്നിട്ട് ദൈവമക്കൾ എന്ന പദവിയിൽ നിന്നുകൊണ്ട് അഹങ്കരിക്കുന്നുവോ, ന്യായീകരിക്കുന്നുവോ? ഒരു പദവിയില്ല. നമ്മെ തെരഞ്ഞെടുത്തു. മെബീബോശത്ത് പറഞ്ഞ പോലെ എന്നെ ഓർക്കാൻ എന്തുള്ളു? 2 കാലും മുടന്തനായ മെബീബോശത്തിനെ രാജാവ്, ദാവീദ് രാജാവ് തൻ്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ രാജകുമാരന്മാരുടെ ഒപ്പം ഇരുത്തി. ഇത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. ഒരിക്കലും അർഹതയില്ലാത്ത സ്ഥാനത്ത് വന്നിരുന്നിട്ട് ആ കസേരയിൽ ഇരുന്നുകൊണ്ട് അഹങ്കരിക്കുന്നു. നമുക്കതിനുള്ള യാതൊരു യോഗ്യതയില്ല, ആരെയും വിധിക്കാനില്ല. കർത്താവ് നമ്മെ കഴുകിയത് കൊണ്ട്, മക്കളാക്കിയത് കൊണ്ടല്ലേ നമ്മളിവിടെ എത്തിയത്. അതുകൊണ്ട് ആ പദവിയിൽ നിന്നുകൊണ്ട് താഴ്മ ധരിക്കാം, പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേട്ട ഓരോ വ്യക്തികളും മറ്റുള്ളവരെ കുറ്റം പറയുന്ന പാപ സ്വഭാവത്തിൽ നിന്ന് ഇന്ന് മനം തിരിഞ്ഞ്, ഞാനും ഈ കുടുംബങ്ങളും ഇന്ന് മനം തിരിഞ്ഞ് പുതിയ അനുഭവത്തിലേക്ക് വരട്ടെ.
പരിശുദ്ധാത്മാവേ, എന്നെ അതിനായി സമർപ്പിക്കും. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളെ സമർപ്പിക്കും. അങ്ങയുടെ സ്വഭാവമുള്ളവരാക്കി ഞങ്ങളെ മാറ്റണം. ഞങ്ങൾക്ക് മാനസാന്തരം വേണം. ഇതിൽ നിന്ന് ഞങ്ങൾ പുറത്തു വരണം. ഞങ്ങൾ മനം തിരിയണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണം. വചനത്താൽ ഞങ്ങളെ മനം തിരിയുമാറാക്കണം. ഇത് കേൾക്കുന്നവരെല്ലാം കുറ്റം പറയുന്ന സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരട്ടെ. അന്യോന്യം പൊരുതുന്ന സ്വഭാവം മാറട്ടെ. വിമർശിക്കുന്ന സ്വഭാവത്തിൽ നിന്ന് വിടുതൽ തരണമേ. കുറ്റപ്പെടുത്തുന്ന സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരട്ടെ. കുടുംബ സമാധാനം വർദ്ധിക്കട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. പരസ്പരം കുറ്റപ്പെടുത്താതെ പരസ്പരം അഭിനന്ദിക്കാൻ നമുക്ക് പഠിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും അഭിനന്ദനമായിട്ട് ഓരോ വാക്കുകൾ കണ്ടുപിടിക്കുക. അതോടുകൂടി വീടുകളിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തിങ്കളാഴ്ച രാവിലെ വീണ്ടും ജീസസ് എവരി ഡേ എന്ന പ്രാർത്ഥനയിൽ വരാം. മാത്രമല്ല, നാളെ ഞായറാഴ്ചയാണ്. അനുഗ്രഹിക്കപ്പെട്ടൊരു സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ചുകൊണ്ട് ഞായറാഴ്ച സഭായോഗത്തിൽ പല രാജ്യത്തു നിന്ന് നാട്ടിൽ വരുന്നവർ ഒരു സഭായോഗം ഇവിടെ വന്ന് കൂടുക. ഒരുമിച്ച് യേശുവിനെ ആരാധിക്കാം. രാവിലെ 8 മണിക്കാണ്. ഗോഡ് ബ്ലസ് യു. നല്ലവൻ എന്നും നല്ലവൻ, എൻ ദൈവം എന്നെന്നും നല്ലവൻ. നല്ലവൻ എന്നും നല്ലവൻ, എൻ ദൈവം എന്നെന്നും. സഭ ചേർന്ന് നല്ലവൻ എന്നും നല്ലവൻ, എൻ ദൈവം എന്നെന്നും നല്ലവൻ. നല്ലവൻ എന്നും നല്ലവൻ, എൻ ദൈവം എന്നെന്നും നല്ലവൻ. രാവോ പകലോ സന്ധ്യ ഉഷസോ പാടിയിടും ഞാൻ ദൈവം നല്ലവൻ. രാവോ പകലോ സന്ധ്യ ഉഷസോ പാടിയിടും ഞാൻ ദൈവം നല്ലവൻ. വെയിലോ മഴയോ കടലോ കരയോ പാടിയിടും ഞാൻ ദൈവം നല്ലവൻ. വെയിലോ മഴയോ കടലോ കരയോ പാടിയിടും ഞാൻ ദൈവം നല്ലവൻ. എന്നും നല്ലവൻ. ചേർന്ന് നല്ലവൻ എന്നും നല്ല, എൻ ദൈവം എന്നെന്നും നല്ലവൻ. നല്ലവൻ എന്നും നല്ലവൻ, എൻ ദൈവം എന്നെന്നും നല്ലവൻ. സുഖമോ ദുഃഖമോ ചിരിയോ കരച്ചിലോ പാടിയിടും ഞാൻ ദൈവം നല്ലവൻ. സുഖമോ ദുഃഖമോ ചിരിയോ കരച്ചിലോ പാടിയിടും ഞാൻ ദൈവം നല്ലവൻ. ഉയർച്ച താഴ്ചയോ ജയമോ തോൽവിയോ പാടിയിടും ഞാൻ ദൈവം നല്ലവൻ. ഉയർച്ച താഴ്ചയോ ജയമോ തോൽവിയോ പാടിയിടും ഞാൻ ദൈവം നല്ലവൻ. എന്നും നല്ലവൻ. ചേർന്ന് നല്ലവൻ എന്നും നല്ല, എൻ ദൈവമൻ. നല്ലവൻ എന്നും നല്ലവൻ, എൻ ദൈവമൻ എന്നും നല്ലവൻ. ലാഭം നഷ്ടമോ രോഗമാരോഗ്യമോ പാടിയിടും ഞാൻ ദൈവം നല്ലവൻ.
ലാഭം നഷ്ടമോ രോഗമാരോഗ്യമോ പാടിയിടും. എത്ര പേർക്ക് അങ്ങനെ പാടാൻ കഴിയും? ലാഭം നഷ്ടമോ രോഗമാരോഗ്യമോ പാടിയിടും ഞാൻ ദൈവം നല്ലവൻ. ലാഭം നഷ്ടമോ രോഗമാരോഗ്യമോ പാടിയിടും ഞാൻ ദൈവം നല്ലവൻ. എന്നും നല്ലവൻ, നല്ലവൻ എൻ ദൈവം എന്നെന്നും നല്ലവൻ, നല്ലവൻ എന്നും നല്ലവൻ എൻ ദൈവം എന്നെന്നും നല്ലവൻ, നല്ലവൻ എന്നും നല്ലവൻ എൻ ദൈവം എന്നെന്നും നല്ലവൻ, നല്ലവൻ എന്നും നല്ലവൻ എൻ ദൈവം എന്നെന്നും നല്ലവൻ. എല്ലാ കാലത്തും യേശു നല്ലവൻ. സുഖമോ ദുഃഖമോ ചിരിയോ കരച്ചിലോ പാടിയിടും ഞാൻ ദൈവം നല്ലവൻ. ഉയർച്ച താഴ്ചയോ ക്ഷയം